ഹായ്. എങ്ങനെ നമുക്ക് മെറ്റാ ആഡ്സിൽ ക്വിക്കായിട്ട് ഒരു പരസ്യം സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആഡ്സ് മാനേജർ നമ്മുടെ ഫോണിൽ മെറ്റാ ആപ്സ് ഓപ്പൺ ചെയ്യുക. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റ് കോർണറിൽ എൻഗേജ്മെൻറ്റ്, അവെയർനെസ്, ട്രാഫിക്, ലീഡ്സ്, സെയിൽസ്, ആപ്പ് പ്രൊമോഷൻ. ഇതിൽ നമ്മൾ ചെയ്യുന്ന എൻഗേജ്മെൻറ്റ് ആഡാണ്. ക്ലിക്ക് ചെയ്യുക. മാനുവൽ ക്യാമ്പയിൻസ് കൊടുക്കുക. ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ്, ക്യാമ്പയിൻ നെയിം, സ്പെഷ്യൽ കാറ്റഗറി, ബഡ്ജറ്റ്. ഇത് എൻഗേജ്മെൻ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ക്യാമ്പയിൻ്റെ നെയിം കൊടുക്കാം. സേവ് ചെയ്യുക. ബാക്ക് ക്ലിക്ക് ചെയ്യുക. സ്പെഷ്യൽ കാറ്റഗറീസ് ഒന്നും ചെയ്യേണ്ട, ബഡ്ജറ്റ് ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻ്റെ നെയിം സെയിം നെയിം കൊടുക്കുക. ന്യൂ ഡെമോ. ബാക്ക് ക്ലിക്ക് ചെയ്യുക. മെസ്സേജിങ്ങിൽ നിങ്ങൾക്ക് വാട്സപ്പിലാണോ, പേജിലാണോ, മെസ്സഞ്ചറിലാണോ, ഏതിലാണ് വരേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ മെസ്സഞ്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്സപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പേജിലും മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടുന്ന് ആപ്പ് തന്നെ കൊടുത്തു. ബാക്ക് ക്ലിക്ക് ചെയ്തു. ഷെഡ്യൂൾ ചെയ്യേണ്ട, നമുക്ക് പിന്നീട് ഒരു ടൈമിലേക്ക് റൺ ചെയ്യാനുള്ള കാര്യമാണ് അതിൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓഡിയൻസ്. ഓഡിയൻസിൽ ചേഞ്ച് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് കൊടുക്കുക. ലൊക്കേഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എവിടെയൊക്കെയാണ് നമ്മുടെ പരസ്യം കാണിക്കേണ്ടത് ടൈപ്പ് ചെയ്യാം. ഇന്ത്യ, കേരള. ഓക്കെ കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഏജ് സെലക്ട് ചെയ്യുക. 20 to 40. നമ്മുടെ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഏജും ടാർഗറ്റ് ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ജെൻഡർ എല്ലാവരും കാണിക്കാം. ഓഡിയൻസ് നെയിം ഇതിലേക്കൊന്നും ചെയ്യേണ്ട. ലാംഗ്വേജിൽ വന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്ത് മലയാളം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേസ്മെൻറ്റ് കൊടുക്കുക. മാനുവൽ പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് ഡീറ്റെയിൽസ് ഓക്കെ. ഇത് നമുക്ക് അഡ്വാൻസോ പ്ലേസ്മെൻറ്റോ മാനുവലി കൊടുക്കാം. ഇവിടെ റെക്കമെൻഡഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ബാക്ക് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തേൽ ആഡ് നെയിം സെയിം നെയിം തന്നെ കൊടുക്കുക. ബാക്ക് ക്ലിക്ക് ചെയ്യുക. ആഡ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ആഡ് കൊടുക്കുക. എക്സിസ്റ്റിംഗ് പോസ്റ്റ് ക്രിയേറ്റ് ആഡ്. നമുക്ക് ഒന്നിലധികം ഇമേജ് ആണെങ്കിൽ സിംഗിൾ ഇമേജ് കൊടുത്താൽ മതി. കാരസോൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നിലധികം ഇമേജ് ഇവിടെ ആഡ് ആവും. ബാക്ക് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്രിയേറ്റീവിൽ എഡിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇമേജ് വീഡിയോ വേണോ ഫോട്ടോ വേണോ. ഓക്കെ, അതിനുശേഷം ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് മീഡിയയിൽ തന്നെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോസ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ സെലക്ട് ചെയ്തു. ഡണ്ണ് ക്ലിക്ക് ചെയ്തു. ഹെഡ്ലൈനിൽ വന്നിട്ട് ക്യാപ്ഷൻ കൊടുക്കുക. കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ കോൾ ഡൗൺ കൊടുക്കുകയും ചെയ്യാം.
കോൾ നൗ. പ്രൈമറി ടെക്സ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ ക്യാപ്ഷൻ കൊടുക്കാം. ക്യാപ്ഷൻ വന്നിട്ട് ഫ്രീ ക്ലാസ് ജോയിൻ ആഡ്. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരിക, ആഡ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരസ്യം സെറ്റായിട്ടുണ്ട്. ഇതിൽ കൊടുക്കേണ്ട ക്യാപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ഡേറ്റ് ആയിക്കോളും. ഇതേപോലെ ആയിരിക്കും നമ്മുടെ പരസ്യം വരുന്നത്. അതിനുശേഷം ബാക്ക് ക്ലിക്ക് ചെയ്യുക, റിവ്യൂ കൊടുക്കുക. പരസ്യ എൻഗേജ്മെൻറ്റ്, ബഡ്ജറ്റ്, ഷെഡ്യൂൾ ഡേറ്റ്, നമ്മൾ കൊടുത്ത ടാർഗറ്റിംഗ് എല്ലാം ആയിട്ടുണ്ട്. പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത പുതിയ ആഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ന്യൂ ഡെമോയുടെ പേരിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പേയ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പരസ്യം റിവ്യൂവിന് പോകും, എന്നിട്ട് അപ്ഡേറ്റ് ആവും. ഓക്കെ, താങ്ക് യു.